ഈ രാത്രി മയങ്ങിയ സമയത്തും വത്തിക്കാൻ ചത്തുരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. രാത്രി വൈകിയും ഈ വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള ആ ഒരു വഴിമധ്യേ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി ആ ഒരു തെരുവിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട്, ഇതൊരു വഴിയാണ്, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയാണ്, പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് യുവജനങ്ങൾ, അതിൽ എടുത്തു പറയേണ്ടതാണ് കുട്ടികളുടെയൊക്കെ ഒരു സാന്നിധ്യം. അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഒപ്പം തന്നെ വിവിധ പ്രാർത്ഥനകൾ എത്തിക്കുന്നു, ഗാനങ്ങൾ ആലപിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി, തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് വേണ്ടി. പ്രത്യേകിച്ച് ദൃശ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണുപിടിക്കുമ്പോൾ കുട്ടികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരിവിടെ ഗിത്താറൊക്കെ കൈകളിൽ എടുത്തുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം രാത്രി 2025 ഏപ്രിൽ മാസം 24-ാം തീയതി രാത്രി ഏകദേശം ഒരു 8:45 ശേഷം, 8:45 ഇവിടുത്തെ വത്തിക്കാൻ ചത്തുരത്തിലെ സമയം. ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. രാത്രി വൈകിയും കുട്ടികൾ ഈ വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ആ റോഡിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് അവർ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗിത്താറൊക്കെ എടുത്ത് ഗാനങ്ങൾ ആലപിക്കുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ഇവിടെ എത്തുമ്പോൾ മറക്കാൻ സാധിക്കാത്ത ചില നിമിഷങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. അതിൽ കുട്ടികളുടെ സാന്നിധ്യം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ നിരവധി കുട്ടികളുണ്ട്. അത് ചെറു പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ, യൂത്ത് ആയിട്ടുള്ളവരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നേ ദിനത്തിൽ ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ രാത്രി വൈകിയ വേളയിലും ജനലക്ഷങ്ങൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഈ വത്തിക്കാൻ ചത്തുരത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ദേഹം കാണുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി. അത് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ ഈ വത്തിക്കാൻ ചത്തുരത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയ്ക്കാണ് ഈ രാത്രി വൈകിയ ഈ ഒരു വേളയിൽ വത്തിക്കാൻ ചത്തുരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാം, നീണ്ട ക്യൂ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് പാപ്പയുടെ ഭൗതികദേഹം കാണുന്നതിനായിട്ടുള്ള ജനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്ഭുതപൂർവമായ ഒരു തിരക്ക് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ, രാത്രി വൈകിയ ഈ ഒരു വേളയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി മലയാളികളെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്ന, കരുണയുടെ പാപ്പ എന്ന് അറിയപ്പെടുന്ന, എളിമയുടെ പാപ്പ എന്നറിയപ്പെടുന്ന, എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന പാപ്പ എന്ന് അറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, ജെസ്യൂട്ട് സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ, 1300 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ, ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ. വിശേഷണങ്ങൾ ഏറെയാണ് പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്. ഇറ്റലിയിലെ റോമിലുള്ള എമാറ്റോ എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്, ഷെക്കിന ന്യൂസിനൊപ്പം ചേരുകയാണ്. നമുക്കറിയാം, ഇപ്പം ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടു, ജനലക്ഷങ്ങളാണ് ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഈ എമാറ്റോ ഒരു പോസ്റ്റർ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പോസ്റ്റർ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്ക് എമാറ്റോയിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ ആകർഷിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പേഴ്സണാലിറ്റിയിലെ ആ ഒരു ക്വാളിറ്റി എന്താണ് നമുക്ക് ചോദിക്കാം. ഹായ്, താങ്ക് യു ഫോർ joining
with us for Shekinah News channel. So, what attracted you most in the life of Pope Francis? Pope Francis was a person very humility. His love a simple person, a simple people, and he for me is like a father. I distribute this poster for invite people to preach for Pope Francis. ഓക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഭൗതികദേഹം കാണാൻ ഇവിടെ തടിച്ചുകൂടുന്ന ആ ഒരു ജനക്കൂട്ടം തന്നെ ഉത്തരം പറയും ഫ്രാൻസിസ് മാർപ്പാപ്പ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന ആ ഒരു ചോദ്യത്തിന്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ലോകത്തിലേക്ക് പ്രസരിപ്പിച്ച തൻ്റെ വ്യക്തി പ്രഭാവത്തിൻ്റെ ആ ഒരു മഹനീയത, ആ ഒരു അനന്യത എന്തായിരുന്നു എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രാത്രി വൈകിയ ഈ വേളയിൽ നമുക്ക് വത്തിക്കാൻ ചത്തുരത്തിൽ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഇവിടെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ നമുക്ക് ഉത്തരം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ക്യാമറമാൻ ജെമിക്കൊപ്പം ജോർജി ജോസ്, ഷെക്കീന ന്യൂസ്.